ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ സമയം രാവിലെ 6 മണിയാണ് കേട്ടോ. ആക്ച്വലി 6:15. അപ്പം നമ്മൾ രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോകാമെന്ന് വെച്ചിട്ട് രാവിലെ തന്നെ എണീച്ചു. ആക്ച്വലി 5:30 5 o'clock ആ ടൈമിൽ പോകണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എണീക്കാൻ ലേറ്റായി. അപ്പം ഇനി എന്തായാലും ഞാൻ വൈകിക്കുന്നില്ല, വേഗം പോയി റെഡി ആവട്ടെ. ഇവിടെ രാവിലെ തന്നെ പോകുമ്പോൾ ഒരു വൈബാണ്. പിന്നെ പുറത്ത് മഴയൊക്കെ ഉണ്ട്, അപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല, നോക്കാം. സ്ഥലം എവിടെയാണെന്ന് ഞാൻ പിന്നീട് പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ റെഡി ആകുമ്പോഴത്തേക്കും സമയം 7 മണി, ഏകദേശം 7 മണിയായി. അപ്പം ഇനി പോകാൻ പോവുകയാണ്. അതെന്തായാലും ലേറ്റ് ആക്കണം, നമുക്ക് പോകുന്ന വഴി കാണാം. ഓക്കെ, യെസ്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഒരു ചെറുങ്ങനെ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ ആകെ ഒരു ജാക്കറ്റ് മാത്രമേ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ ഗൈസ്. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് റിട്ടേൺ ആയി വീണ്ടും വീട്ടിലോട്ടേക്ക് പോവുകയാണ്. ഇനിയൊരു ജാക്കറ്റും കൂടി എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വീട്ടിലെത്തി ജാക്കറ്റൊക്കെ എടുത്തു. വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. പക്ഷേ ജാക്കറ്റ് എടുക്കുന്നവരെ മാത്രമേ മഴ ഉണ്ടായുള്ളൂ. ജാക്കറ്റ് എടുത്ത് ഇട്ടതിന് ശേഷം മഴ വന്നില്ല. അതാണ് നമ്മുടെ ഒരു ലക്കേ. അപ്പം അങ്ങനെ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പോകുന്ന വഴിക്ക് ഏകദേശം കുറേ ദൂരം എത്തി കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും, അവിടെയൊക്കെ മഞ്ഞൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. നല്ല മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്നൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പം എന്തായാലും അവിടെ എത്തുമ്പോൾ നല്ല മഞ്ഞൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ആ പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ ത്തുന്ന മഞ്ഞായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കണ്ടോ, അതൊക്കെ മഞ്ഞാണ് കേട്ടോ ഇങ്ങനെ ഇതായി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ കണ്ണൂരിലുള്ള പാലക്കായം തട്ടിലാണ് കേട്ടോ. അപ്പം അവിടെ മഞ്ഞൊക്കെ ഇങ്ങനെ ഞാൻ ഫോട്ടോസും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടേക്കാം. ഇതുവരെ കണ്ണൂരിലാണ് നമ്മൾ, പക്ഷേ ഇതുവരെ ആയിട്ട് നമ്മൾ അവിടെ പോയിട്ടില്ല. അപ്പം അങ്ങനെ ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം ഇതാ നല്ല മഞ്ഞായിരുന്നു കേട്ടോ അവിടെ. വീഡിയോയിൽ കാണുന്ന മാതിരിയല്ല, ഡയറക്റ്റായിട്ട് കാണുമ്പോൾ റോഡൊക്കെ ഫുള്ള് മൂടിക്കിടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ തന്നെ ലേറ്റ് ആയല്ലോ. അപ്പോൾ ഇവിടെ എത്താൻ ഏകദേശം ഈ പ്ലേസിലെത്താൻ ഇപ്പം സമയം ഏകദേശം 7:30 ആ ടൈമാണ് കേട്ടോ. അപ്പം ആ സമയമായതുകൊണ്ട് ഞാൻ അവിടെ അതൊരു ഹിൽ സ്റ്റേഷനാണ്, മലയുടെ മുകളിലാണ് പോകേണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെയും ഇതേമാതിരി എന്തായാലും സൂര്യപ്രകാശമൊക്കെ തട്ടിയിട്ട് മഞ്ഞൊക്കെ പോയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് അത്ര വലിയ പ്രതീക്ഷ ഇല്ലാണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പം മാക്സിമം ഒന്ന് സ്പീഡിൽ പോവാമെന്ന് വെച്ചിട്ട്, കാരണം എത്ര പെട്ടെന്ന് എത്താൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് എത്താമെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ വേഗം പോവുകയാണ്. അപ്പം ഞാൻ അധികം ട്രാവലിങ്ങിൽ വീഡിയോസ് അങ്ങനെ എടുത്തില്ല, ജസ്റ്റ് ഈ മഞ്ഞൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ്. അപ്പം ഇതാ അങ്ങനെ നമ്മൾ ആ ഹിൽ സ്റ്റേഷൻ എത്തി. ഇതിപ്പോൾ മലയാണ് കേട്ടോ, ഒരു മല നമ്മളിങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ആക്ച്വലി ആദ്യം വിചാരിച്ചത് ട്രക്കിംഗ് സ്പോട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം നടന്ന് കയറേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ കാർ പോവും, നിങ്ങളുടെ സ്വന്തം റിസ്കിൽ പോകേണ്ടി വരും. ഇതേമാതിരിയുള്ള ചെറിയ റോഡാണ്, പക്ഷെ ബൈക്കിനൊക്കെ സിമ്പിളായിട്ട് മുകളിൽ വരെ എത്താം. അങ്ങനെ വലിയ വലിയ വണ്ടികളിൽ ഇപ്പോൾ ട്രിപ്പൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ നടക്കേണ്ടി വരുന്ന തോന്നുന്നു. കാരണം റോഡ് ഇതേമാതിരിയാണ്. കുറച്ച് മുകളിലോട്ട് എത്തുമ്പോൾ ഇനിയും കുറച്ച് ചെറുതാവും റോഡ്, പിന്നെ ഏകദേശം നമ്മുടെ നോർമൽ റോഡ് മാതിരിയാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത് ട്രക്കിംഗ് സ്പോട്ട് ആയിരിക്കുമെന്ന്. പക്ഷേ അല്ല കേട്ടോ, നമ്മുടെ ബൈക്കാണെങ്കിൽ സിമ്പിളായിട്ട് മുകളിൽ വരെ പോവാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കയറുവാണ്. കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ ഫുൾ കാടും മഞ്ഞും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുകളിൽ പൊക്കോണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ മഞ്ഞ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ആ സ്ഥലമെത്തി. ഒരു വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അവിടെ എത്തിയാലും നമ്മൾ ഇത്രക്കും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഇത് കണ്ടേരം ഞാൻ സത്യം പറഞ്ഞാൽ ഷോക്ക്ഡായിരുന്നു. കാരണം ടൈം അധികം ലേറ്റ് ആയതുകൊണ്ട് ഇത് കാണാൻ പറ്റുമോ എന്നൊരു സംശയത്തിലാണ് പോയത്. പക്ഷേ യെസ്, കണ്ടു ഗൈസ്, ഞാനും കണ്ടു. അങ്ങനെ നമ്മുടെ കണ്ണൂരിലെ മഞ്ഞു മലയാണ് ഗൈസ് ഇത്. അപ്പം ഈ സ്ഥലത്ത് നിങ്ങൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് കാണണം കേട്ടോ. നല്ലൊരു
നമ്മൾ നോക്കുന്ന സമയത്ത് താഴെ കുറച്ച് ആൾക്കാരൊക്കെ നിന്നിട്ട് ഒരു പ്ലേസിൽ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് എങ്ങനെയാണ് പോവാന്ന് നമ്മളിങ്ങനെ മാപ്പിലൊക്കെ ഇട്ട് നോക്കി, അങ്ങനെ ആ ലൊക്കേഷൻ കിട്ടി. അങ്ങനെ അവിടത്തേക്ക് നമ്മളൊന്ന് പോവാണ് കേട്ടോ. പക്ഷേ അവിടെ എത്തുമ്പോഴത്തേക്കും ഈ സമയമാകുമ്പോഴത്തേക്ക് ഇതാ മഞ്ഞൊക്കെ മൊത്തം എന്താ പറയുക കലങ്ങി ഇതായി എല്ലാം പോവാൻ തുടങ്ങി മഞ്ഞ്. ആദ്യം വരുന്ന സെയിം ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ച അതേ സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പം ആ സ്ഥലം ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പം മൊത്തം നമ്മുടെ സാധാരണ മഞ്ഞ് മൊത്തം പോയി ആ രീതിയിലായി തുടങ്ങി കേട്ടോ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രാവിലെ വന്ന് കാണണം കേട്ടോ. അപ്പം എന്നാലേ അതിൻ്റെ ആ ഒരു നല്ലൊരു വ്യൂ കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ താഴെ എത്തി. അപ്പോൾ ആ സ്ഥലത്ത് ഇങ്ങനെ നടക്കേണ്ട ഇതേമാതിരിയുള്ളൊരു ചെറിയ വഴിയൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മൾ അവിടെ പോയാൽ എവിടെ എത്തും നോക്കാമെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ നടക്കുവാണ്. മഞ്ഞിൻ്റെ അടുത്ത് എത്താൻ പറ്റുമോ, മഞ്ഞിനെ പിടിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. പക്ഷെ ഒരു രക്ഷയില്ല ഗൈസ്, അവിടെ ഒന്നുമില്ല. അവിടെയും ഇതേമാതിരിയുള്ള ഒരു തോട്ടാണ്. തോട്ടത്തിൻ്റെ അങ്ങനെ നിങ്ങൾ പാലക്കായൻ തട്ട് ഒക്കെ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ. അപ്പോൾ ഇതാണ് കേട്ടോ വീഡിയോ. നമ്മൾ ഇത്രക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല ഇവിടെ വരുമ്പം. ഇപ്പം മൊത്തം മഞ്ഞൊക്കെ കലങ്ങിപ്പോയി. നേരത്തെ നല്ല മഞ്ഞായിരുന്നു, ഇപ്പം മൊത്തത്തിലെല്ലാം കലങ്ങി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ റിട്ടേൺ ആവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും പാലക്കായൻ തട്ട് രാവിലെ ഏകദേശം ഒരു 7-7:30 ആകുമ്പം നിങ്ങളിവിടെ എത്തണം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ 8 മണിയൊക്കെ ആയാലും ഇങ്ങനെ മൊത്തം കലങ്ങിപ്പോവും. അതുകൊണ്ട് വേഗം എത്തണം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.